എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അരിമുറുക്കുണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, റൗണ്ട് ഷേപ്പിലും ഇവിടെ മുറുക്കുണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. മുറുക്കുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ മുറുക്കുണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനുവേണ്ടി അരിപ്പൊടിയാണ് വേണ്ടത്. ഞാൻ ഇതുപോലത്തെ ഒരു കപ്പിൽ 2 കപ്പ് അരിപ്പൊടി ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി നല്ലതായിട്ട് വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഞാൻ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നീട് നന്നായിട്ടത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് ഉഴുന്നുപൊടിയാണ്. 2 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്നുപൊടിയാണ് എടുക്കേണ്ടത്. ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർമെൻ്റായിട്ട് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കി അളവുകൾ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് പൊടിയില്ല എന്നുണ്ടെങ്കിൽ ഉഴുന്ന് നല്ലതായിട്ടൊന്ന് വറുക്കുക, എന്നിട്ട് മിക്സിയിൽ നല്ലതായിട്ട് ഇതിനെ പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്ത 1 കപ്പ് ഉഴുന്നാണിത്. ഉഴുന്നുപൊടി എടുത്ത് തയ്യാറാക്കി വെക്കുക. അരിപ്പൊടി ഞാനൊരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിരുന്നല്ലോ. ഈ അരിപ്പൊടി നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പം വറുത്ത അരിപ്പൊടിയാണെങ്കിൽ നിങ്ങൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അരിപ്പൊടി വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. തീ മീഡിയത്തിലിട്ട് തന്നെ അരിപ്പൊടി നല്ലതായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല ബ്രൗൺ കളറി വരത്തില്ലേ, ആ സമയം വരെ നമുക്കിതിനെ വറുത്തെടുക്കണം. ഇവിടെ അരിപ്പൊടി നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അരിപ്പൊടി കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം. അരിപ്പൊടി വറുത്തെടുത്ത അതേ ഫ്രൈ പാനിൽ തന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുത്തില്ലോ, ഉഴുന്ന് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പപ്പടമൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരില്ലേ, അതുപോലെ നല്ലൊരു മണം വരും. ആ സമയമാകുമ്പം തീ അങ്ങ് ഓഫ് ചെയ്യുക. അരിപ്പൊടി നമ്മൾ വറുത്ത് മാറ്റി വെച്ചല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഈ ഉഴുന്ന് പൊടിയും കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയി വരട്ടെ. ഇവിടെ ഇതിൻ്റെ ചൂടെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ കറുത്ത എള്ളിട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കയ്യിലോട്ടെടുത്ത് നല്ലതായിട്ട് ഞെരടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് നല്ലതായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണേ. നമ്മൾ പുട്ടിന് നനച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് മാവ് മിക്സ് ചെയ്തെടുക്കുന്നത്, കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ ഉടച്ച് എടുത്ത് അങ്ങനെ ആ രീതിയിൽ തന്നെ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. നെയ്യ് മാവിൻ്റെ എല്ലാ സൈഡിലോട്ടും ആവത്തക്ക രീതി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ട പിടിക്കാൻ നോക്കിയപ്പോൾ ഉണ്ട പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തു. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഉണ്ട പിടിക്കാൻ നോക്കിയപ്പോൾ നല്ലതായിട്ട് ഇതല്ലാണ്ട് ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ട്. ഈ പരുവത്തിലാണ് മാവിരിക്കേണ്ടത് കേട്ടോ. കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളത്തിലാണ്. ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കത്തില്ലേ, ആ രീതിയിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കി മിക്സ് ചെയ്യാം. നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്ത് നിങ്ങളിത് മിക്സ് ചെയ്യൽ, ചിലപ്പോൾ വെള്ളം അങ്ങ് കൂടിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തപ്പം പാത്രത്തിലെല്ലാം മാവ് കൂടെ കൊള്ളുന്നില്ലായിരുന്നേ. അതുകൊണ്ട് ഞാൻ വലിയൊരു ചീനിച്ചട്ടിക്കകത്തോട്ട് മാവ് മാറ്റി എന്നിട്ടാണ് പിന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിസ്താരമുള്ള വലിയ പാത്രം തന്നെ എടുക്കുക. അന്നേരമായിരിക്കും ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം. പ്രത്യേകിച്ച് ചൂടുവെള്ളം കൂടാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒരു തടി വെച്ച് ഇതിനെ മിക്സ് ചെയ്യുക. നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും നല്ലത് മിക്സ് ആയോ ഇല്ലയോ എന്നുള്ളത്. ഇത് ശരിക്കും ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴച്ചെടുക്കത്തില്ലേ, ആ പരുവത്തിൽ വേണം ആയി കിട്ടാനായിട്ട്. ഇടിയപ്പത്തിൻ്റെ പരുവം അറിയാത്തവർക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കത്തില്ലേ, അതിനേക്കാൾ ശക്കലം കൂടെ ലൂസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൂസല്ല. ഇപ്പോൾ മാവ് തൊടുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം സോഫ്റ്റാണെന്ന്. ഇത്രയും സോഫ്റ്റ് വേണം മാവ് കിട്ടാനായിട്ട് എന്ന് പറഞ്ഞ് വെള്ളം കൂടിയും പോകരുത് കേട്ടോ. മുറുക്കുണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ സ്റ്റാറിൻ്റെ അച്ചിലാണ്. നമുക്ക് ഇത് സേവനാഴിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സേവനാഴിയിൽ മാവ് നിറച്ച് കൊടുക്കാം. സേവനാഴിയിൽ നിറച്ച് മാവ് എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് സേവനാഴി നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ബാക്കി വരുന്ന മാവ് ഒരു പാത്രം വെച്ച് മൂടി വെക്കണേ, അതല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം അങ്ങ് ഡ്രൈ ആയി പോകും കേട്ടോ. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
ഞാനിവിടെ ഇതുപോലെ കിഴുത്തുള്ളൊരു തവിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് ഇതിന് കണ്ണാപ്പ എന്നാണ് പറയുന്നത്. ഇതിലോട്ടാണ് ഞാൻ ഈ ഷേപ്പിൽ മാവ് പീച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ ചുറ്റിച്ച് മാവ് ഇട്ട് കൊടുത്തു കഴിയുമ്പം നമുക്ക് എളുപ്പം എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് പീച്ചി വെക്കുന്നതിന് മുമ്പേ ഇതിലോട്ട് ശകലം എണ്ണ തേച്ച് കൊടുക്കണേ. എന്നാൽ മാത്രമേ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അതിലോട്ടങ്ങ് വീഴത്തുള്ളൂ കേട്ടോ. അന്നേരം നിങ്ങൾ ഇങ്ങനെ പീച്ച് നോക്കുന്ന ടൈമിൽ ഇത് മുറിഞ്ഞ് മാവ് പോവരുത്. മുറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റല്ല എന്നാണ് അർത്ഥം. അത് ടൈറ്റായിരിക്കും. അപ്പോൾ ശകലം ചൂടുവെള്ളം കൂടെ, തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ അത് കുഴച്ചെടുക്കാം മാവ് കേട്ടോ. ഒരു ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം. ചൂടായെന്നറിയാനായിട്ട് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇതുപോലെ നുറുക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അത് താഴെ പോയിട്ട് പൊങ്ങി വരണം. പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നല്ലതായിട്ട് ചൂടായി എന്നാണ് അർത്ഥം. ഇത് കോരി മാറ്റിയിട്ട് നമ്മൾ പീച്ച് വെച്ചിരിക്കുന്ന മുറുക്കുണ്ടല്ലോ, അത് ഓരോന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വറുത്തെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ തീ കൂട്ടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കുക കേട്ടോ. തീ മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഇത് പെട്ടെന്ന് ഇത് കരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് ഒട്ടും ക്രിസ്പി ആവത്തില്ല. ഇത് സമയം എടുത്ത് തന്നെ ഇതിനെ മൂപ്പിച്ചെടുക്കണം. അതല്ലെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നല്ലതായിട്ട് ഇത് കളറ് മാറണം, നല്ലതായിട്ട് ക്രിസ്പി ആയി വരണം കേട്ടോ. ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് നമ്മുടെ കയ്യിൽ അധികം ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ടെണ്ണം വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ഉടനെ ഒന്നും നമ്മൾ ഫ്രൈ ചെയ്ത് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ വലിയൊരു ഫ്രൈ പാൻ എടുത്തു. അതിലോട്ട് എണ്ണ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 4 എണ്ണം വെച്ചിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തെടുത്തത്. അന്നേരം നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ കയ്യിൽ വലിയ ചീനിച്ചട്ടിയോ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും ഇത് ഫ്രൈ ചെയ്ത് എടുത്ത് വരാനായിട്ട്. നല്ലതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ മാത്രം ഇതിനെ കോരി മാറ്റുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ നുറുക്കിൻ്റെ ഈ ഷേപ്പിലല്ലാതെ നമുക്ക് നുറുക്ക് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം. സേവനാഴി എണ്ണയുടെ മുകളിലോട്ട് പിടിച്ചിട്ട് നല്ലതായിട്ട് അങ്ങ് പീച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് അതിന് ഷേപ്പൊന്നും വേണ്ട. എണ്ണയിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇരിക്കണം നമ്മൾ ഈ പീച്ച് കൊടുക്കുന്ന മാവ്. അത്രയും മാത്രം മതി. എന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തീ കുറച്ച് വെക്കുക. ഇത് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ച് മറിച്ച് നമുക്കിതിനെ നമുക്കിതുപോലെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ളത് കുറേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല എന്ത് പെർഫെക്റ്റായിട്ടാണ് കിട്ടിയെന്നുള്ളത്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റായിട്ട് തോന്നും. നല്ലതായിട്ട് തണുത്ത് വരുമ്പോൾ മാത്രമേ നല്ലതായിട്ട് ക്രിസ്പിയായിട്ട് വരത്തുള്ളേ. ഞാൻ ഷേപ്പില്ലാതെ ഫ്രൈ ചെയ്തെടുത്തില്ലേ, ഇതാണ് സംഭവം. എന്നിട്ട് ഇതിനെ നമുക്കങ്ങ് ഒടിച്ചിട്ട് കൊടുക്കണം. ഒടിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെറിയ മുറുക്കില്ലേ, ഈ രീതിയിലുള്ള മുറുക്ക്, ഇങ്ങനത്തെ മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഷേപ്പൊന്നും നോക്കുകയും വേണ്ട. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് തന്നെ, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല കളറാക്കി നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ചുകൂടെ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് നല്ല കടിച്ച് പൊട്ടിക്കണം. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന നല്ല മുറുക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ മുറുക്കുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.